നമസ്കാരം, ഞാൻ ഡോക്ടർ മനോഹരൻ. ലീഫ്ടെക് മെഡിലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വമായ സ്വാഗതം. ഇന്നത്തെ യാത്ര ഇടുക്കി ജില്ലയിലെ സ്വരാജിലേക്കാണ്. ഈ യാത്രയിൽ 2 ഉദ്ദേശങ്ങളാണ്. ആദ്യം അവിടെയുള്ള കല്ലൂരാൻസ് നഴ്സറി സന്ദർശിക്കുകയാണ്. പിന്നെ അതിനടുത്തുള്ള അയ്യപ്പൻ കോവിൽ, തൂക്കുപാലവും പരിസരവും കാണുക എന്നിങ്ങനെയാണ്. ഞാനവിടെ കണ്ടതെല്ലാം 2 വീഡിയോകളിലായി ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ ആദ്യം നഴ്സറി വിസിറ്റ് കണ്ടാലോ? സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. ഇതിപ്പം വീട്ടുകാരായിട്ട് തുടങ്ങിയതാണ്, അപ്പനായിട്ട് തുടങ്ങിയതാണ്. ഇപ്പം 2005 തുടങ്ങി, ഇപ്പം 20 വർഷമായി, 20 വർഷം കഴിഞ്ഞു. നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ വിലയിൽ നല്ല രീതിയിൽ കുറച്ച് കൊടുക്കാനായിട്ട് ഒരു സാഹചര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് റീറ്റെയിൽ മാത്രമല്ല ഹോൾസെയിൽ ഔട്ട്ലെറ്റും ഉണ്ട്. അപ്പം ഇതിപ്പം മൊത്തത്തിലുള്ള സെയിൽ പോയിന്റ് ഇവിടെയാണ്, പെരിയങ്കോലിലുള്ള ഈ നഴ്സറിയിലാണ് സെയിൽ പോയിന്റ്. നമുക്ക് 3 നമ്മൾ ഇതിൻ്റെ എല്ലാം പ്രൊഡക്ഷൻ ഉണ്ട്. ഒന്ന് ഉപ്പുകറയിലൊരു, ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് ഉപ്പുകറ. ഉപ്പുകറയിൽ നമുക്കൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഈ തൊട്ട് താഴെ തന്നെ ഒരു 2 ഏക്കറിൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്. പിന്നെ തൊപ്പിപ്പാളം എന്ന് പറഞ്ഞ സ്ഥലത്താകത്തോട്ട് മറ്റപ്പള്ളിക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞത്, ആ പോകുന്ന വഴിയിലും നമ്മളൊരു 3 ഏക്കറിൽ സ്ഥലം എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ട്. നമുക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു അതെ, നമ്മളതിനെ ഉണ്ടാക്കുന്ന സാധനം നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും. മിക്കയിടത്തും 50 രൂപ വിലയിലുള്ള സാധനങ്ങൾ നമുക്കിവിടെ 20 രൂപ നിരക്കിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, റീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. ഹോൾസെയിൽ വരുമ്പോൾ അതിന് വില കുറഞ്ഞ് വരും. ഹോൾസെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും മിനിമം ഒരു 10 രൂപ പീസൊക്കെ എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ റേറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. എടുത്തുകൊണ്ട് വയ്ക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ മണ്ണുത്തിയിലോട്ടൊക്കെ നമ്മൾ ചെടി കൊടുക്കുന്ന ആൾക്കാരാണ്. ഹോൾസെയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6 വർഷത്തോളമായി. അപ്പം ഇപ്പം നമ്മൾ മണ്ണുത്തിയിൽ നമുക്കിപ്പോൾ ഒരു ഫിക്സ്ഡ് ക്ലയൻസ് ഉണ്ട്. നമ്മളവർക്ക് ആഴ്ചയിൽ 1-2 വെച്ച് ലോഡ് പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ച ഒരു കക്ഷിയല്ല, അങ്ങനെയല്ല ഇത് പറയുമല്ല. ഞാൻ നേരത്തെ ഇവിടെ ചെടി മേടിച്ചിട്ടുണ്ട്, 2 വർഷമൊക്കെ ആണല്ലേ. റോഡ് പണി ഇപ്പോൾ ഹൈവേയുടെ പണി നടക്കുമായിരുന്നല്ലോ. അപ്പോൾ താഴെ ഒരു മാർക്കറ്റ് ഉള്ളതുകൊണ്ട് അവിടെ പൊട്ടിയിലുള്ളതുകൊണ്ട് ഇപ്പം ഇങ്ങോട്ടുള്ള വഴി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിപ്പം ആ സമയത്ത് ഷെഡുകളെല്ലാം പൊളിച്ചു. കച്ചവടം എന്നാണെങ്കിലും പൊതുവേ ഇല്ല. അപ്പം നമ്മൾ ഷെഡുകളെല്ലാം പൊളിച്ചിട്ട് ഒന്നേന്ന് വീണ്ടും ഒരു പുതിയ പ്ലാനിട്ട് ചെയ്തതായത്. അപ്പം കുറച്ചുകൂടി ഒരു വിസിബിലിറ്റി ഉണ്ട്. ഇതിലെ പോകുമ്പോ ഇതിന്റെ മൊത്തത്തിലുള്ള ഒരു അപ്രോച്ചാണ്. പുറമേ ഒന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കാണ് ആൾക്കാർക്ക് കയറാനുള്ള ഒരു താല്പര്യം വരിക. ഇപ്പൊ 2-3 പ്രാവശ്യം പോയപ്പോ ഇവിടെ നിർത്തി, ഇങ്ങനെ വന്നാൽ നിർത്തും. ഇപ്പൊ ആരെയും ഉച്ച കഴിഞ്ഞ സമയമൊക്കെ ആയിരുന്നു. ആളെപ്പോഴും ഉണ്ട്. ഇപ്പൊ രാവിലെ വെളുപ്പിന് 6 മണിക്ക് വന്നാലും രാത്രി 10 മണിക്ക് വന്നാലും ഇവിടെ സാധനം കിട്ടും. കാരണം വീട് ഇത് തന്നെയാണ്, വീടിന് മുറ്റമായിട്ടാണ് നഴ്സറി ചെയ്തിരിക്കുന്നത്. അപ്പം എപ്പോൾ വന്നാലും ആളുണ്ട്. നമ്മുടെ ബോർഡിലുള്ള നമ്പറെ വിളിച്ചു കഴിഞ്ഞാൽ ആൾ അപ്പം തന്നെ ഇറങ്ങി വരികയും ചെയ്യും. ഒന്നേ ഞാനുണ്ടാവും, അച്ഛനുണ്ടാവും, അല്ലെങ്കിൽ അമ്മയുണ്ടാവും. ആരാണേലും വന്ന് എല്ലാം എടുത്തു തരും സാധനം. അച്ഛനായിട്ട് തുടങ്ങിയത്. അതെ. നഴ്സറിയിലേക്ക് വരാനുള്ള ഒരു പ്രചോദനം അത് നമുക്കിവിടെ ഒരു കടയായിരുന്നു, കുഞ്ഞൊരു പലചരക്കടയായിരുന്നു. ആ പലചരക്കട കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചുമ്മാ മറ്റേ കന്നാസില്ലേ, കന്നാസിന് അപ്പൊ വീട്ടുകാർക്ക് അപ്പനും അമ്മയ്ക്കും ചെടി ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പൊ അവര് കന്നാസിന്റെ മണ്ടോശം വെട്ടിയിട്ട് അതിലേക്ക് കുറച്ച് ചൈന ബോൾസ് എന്ന് പറഞ്ഞ പ്ലാന്റില്ലേ, അത് ചുമ്മാ വീട്ടിലെ ഒരു കടയ്ക്ക് അലങ്കാരമായിട്ട് വെക്കാനായിട്ട് കന്നാസിലോട്ട് വെച്ച് വളർത്തിയതാണ്. അതിവിടെ വെച്ച് നല്ല പൂവിട്ട് നിന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ വന്ന് ആ ചെടി തരുന്നോ എന്ന് ചോദിച്ചു. ഒരു വില തന്ന് മേടിച്ചു. അപ്പൊ പിന്നെ അത് 5 അടി വെച്ചു, 10 അടി വെച്ചു. അങ്ങനെ കട നിന്ന് നഴ്സറിയിലേക്ക് മൊത്തത്തിൽ മാറി. സ്റ്റാഫ് ഉണ്ട്. ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് ആളില്ലാത്ത. ഇവിടെ ഇപ്പൊ നോക്കാനായിട്ടും അത്യാവശ്യം പരിപാടികളെല്ലാം ചെയ്യാനും ഒക്കെ ആയിട്ട് സ്റ്റാഫുണ്ട്. പിന്നെ ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിലും 7-8 വെച്ച് ആൾക്കാരുണ്ട്.
അത്രയും പേരുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം ഓടി പോവുള്ളൂ. മഴക്കാലത്ത് കച്ചവടം എങ്ങനെയുണ്ട്? മഴക്കാലം നമുക്ക് കൂടുതലായിട്ടും ബലവൃക്ഷങ്ങളുടെ ഒരു കച്ചവടമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ നേഴ്സറിയുടെ കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് ആ വശം മുഴുവൻ നമ്മൾ ബലവൃക്ഷങ്ങൾ തന്നെയാണ് മൊത്തം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സൈഡിലോട്ട് അല്ലാത്ത സാധാരണ ചെടികൾ. മോങ്കൻ അറിയാം, അവർ വലിയ സംഭവമാണ്. അവർ ബലവൃക്ഷങ്ങളാണ്, അവർക്ക് അതിൻ്റെ റിസർച്ചും ഉണ്ട്. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ സംഭവമുണ്ട്. അപ്പം അവിടെ നിന്നൊക്കെ നമ്മൾ ആദ്യം എടുക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ അടുത്ത് നിന്ന് തൈ എടുത്ത് വളർത്തി വലുതാക്കി അതിൻ്റെ തന്നെ ബഡ് വെച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അവിടെ നിന്ന് ഇപ്പം നമ്മൾ ലോക്കലി സോഴ്സ് ചെയ്യണം. അപ്പം കുറച്ചുകൂടെ പ്രൈസിൽ നമുക്ക് കുറച്ചുകൂടെ കോമ്പറ്റേറ്റീവ് ആയിട്ട് നമുക്ക് പ്രൈസ് ചെയ്യാനായിട്ട് അങ്ങനെ എടുക്കുമ്പോൾ സാധിക്കും. ഹോം ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുമ്പോൾ കുറച്ചുകൂടെ ബ്രാൻഡഡ് ആയതിൻ്റെ പേരിലുള്ള ഒരു പ്രൈസിന് ഹൈക്കുണ്ട്. അപ്പം ലോക്കലി സോഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് പ്രൈസ് കുറച്ചുകൂടെ സെറ്റ് ചെയ്ത് കിട്ടും. അപ്പം നമുക്കാണെങ്കിൽ ഇവിടെ ഹോം ഗ്രൗണ്ടിൽ കൊടുക്കുന്നതിനേക്കാളും ഒരു ഇച്ചിരിയും കൂടെ കോമ്പറ്റേറ്റീവ് ആയിട്ട് പ്രൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല, ഇത് നമ്മുടെ ടെക്കോമ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ഉണ്ട്. നേരത്തെ ഇതിന്റെ പിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. പിങ്ക്, ഓറഞ്ച്, യെല്ലോ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ ലീഫ് ഡബിൾ കളർ ആയിരുന്ന ഒരു വെരിഗേറ്റഡ് വെറൈറ്റി ആണിത്. അതിന്റെ പൂവാണെങ്കിലും ഡബിൾ കളറാണ്, വൈറ്റും പിങ്കോട് കൂടിയാണ്. ഇപ്പൊ ഈ ഒരു മഴയുടെ സമയമായിട്ട് കൂടുതലും പൂക്കൾ കുറവാണ്. പിന്നെ ഇവിടെ ഒരു വെറൈറ്റി സാധനം ഞാൻ ഇവിടെ കാണിക്കാം. ഇത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നാണ് ഇതിനെ പറയുക. സാധാരണ രീതിയിൽ ഇതിന്റെ ഒരു വൈലറ്റ് കളറാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ, ഒരേ ചെടിക്ക് തന്നെ 3 കളറിലാണ് പൂവ്. ഇതിപ്പം ലൈറ്റ് യെല്ലോ, ഇതാ ഇത് നല്ല ഡാർക്ക് യെല്ലോ, ഇനി ഈ ലൈറ്റ് യെല്ലോ ഇനിയിപ്പോ വൈറ്റ് ആവും, പ്യുവർ വൈറ്റ് ആവും. 3 കളർ ഒരു ചെടിയെ തന്നെ നിൽക്കും. നല്ല മണമുള്ള പൂവാണ് കേട്ടോ, നല്ല വാസനയാണ്. യെസ്റ്റർഡേ ടുഡേ ടുമോറോ. അപ്പോൾ ഓരോ ദിവസവും കളർ മാറുന്നതനുസരിച്ച് അതുകൊണ്ട് അങ്ങനെ ഒരു പേര് വന്നത്. പിന്നെ അവിടെ ഒരു നല്ല സാധനം നമ്മുടെ കമീലിയ എന്ന് പറയുന്ന സാധനം. ഇന്ത്യൻ സ്വദേശിയാണോ? ഇന്ത്യൻ ആണ്. ഇന്ത്യൻ തന്നെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കൃത്യം പറയാൻ പറ്റില്ല. എന്നാന്ന് വെച്ചാൽ ഇതിപ്പോ ചൈനയിൽ നിന്ന് ഇമ്പോർട്ടഡ് ആയിട്ട് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഈ കമീലിയയുടെ. നേരത്തെ ഇതിന്റെ നാടൻ വെറൈറ്റിയാണ്. നാടൻ വെറൈറ്റിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമ്മൾ അതിന്റെ പരിചരണം ഇച്ചിരി നോക്കേണ്ടതായിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വലിയ പരിചരണം ഇല്ലാതെ തന്നെ നല്ല സൂപ്പറായിട്ട് ഇത് ഈ മുട്ടൊക്കെ വിരിയാൻ പോകുന്നുള്ളൂ, ഒന്നും ആയിട്ടില്ല. ഇത് ഇത്ര ആയതുപോലെ ഇനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഇത് വിരിയുള്ളൂ. ഈ മുട്ട പോലും ഒരാഴ്ച കൊണ്ട് വിരിയുള്ളൂ. 1 മാസത്തോളം നിൽക്കും ഇതിന്റെ പൂക്കൾ. ഇങ്ങോട്ടൊക്കെ വന്ന് ഇഷ്ടംപോലെ പൂവുണ്ട്, നിറയെ പൂക്കളാണ്. ഇത് ഈ വലിപ്പമൊക്കെ വരുമ്പം 6500 രൂപയൊക്കെ വില വരും. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിന്റെയൊക്കെ കട്ടിങ് തൈ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ട്, കാണിക്കാൻ ഞാൻ. ഇതൊക്കെ അതിന്റെ കട്ടിങ് തൈകളാണ്. കാണുമ്പോൾ അറിയാം ഇത് ഓൾറെഡി അതിൽ മുട്ടായിട്ടുണ്ട്. ചെറിയ തൈകളാണ്. ഇപ്പൊ ഇനി വേണം ഇതൊക്കെ ഒന്ന് വളർന്നു വരാനായിട്ട്. ഇതൊക്കെ നമ്മൾ എത്രയാണ് കൊടുക്കുന്നത്? ഇത് ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് കൊടുക്കുന്നത്. പരുവത്തോട് വരുന്നത് വെളിയിലോട്ടൊക്കെ ഒന്ന് വേരായി കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയാണ് നമ്മളൊന്ന് കൊടുക്കുന്നത്. ഇതൊക്കെ ഇതെല്ലാം ഇപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക് ഇളക്കമില്ലാതെ അടിക്കടിക്ക് വെച്ചിരിക്കുകയാണ്. പിന്നെയാണെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റുകളിൽ ഒരുപാട് ഒരു വെറൈറ്റിയാണ് ഇത്. എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, വൈറ്റ് ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത്. നേരത്തെ ഇതിന്റെ യെല്ലോ ഫ്യൂഷൻ ഉണ്ടായിരുന്നു. യെല്ലോ ഫ്യൂഷനേക്കാളും കുറച്ചുകൂടെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വൈറ്റ് ഫ്യൂഷൻ. ഇതൊക്കെ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് കല്ലൂരാൻസ് ഗാർഡനിലുള്ള പ്ലാന്റുകളാണ് ഈ വൈറ്റ് ഫ്യൂഷനും കമ്മി.
ഇവിടെ ഇച്ചിരി വ്യത്യാസം ഉണ്ടെങ്കിൽ സംഭവം സെയിം ആണ്. നിറച്ചു മുട്ട ഇതെല്ലാം വിരിയാൻ പോകുന്നേ ഉള്ളൂ. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ് നിറച്ച് പോകണ്ടാന്നേ. അത് ഇത് സമയത്ത് ഇപ്പൊ എല്ലാം ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത്ര സംഭവം അങ്ങനെ കിട്ടില്ല. ഇപ്പൊ എല്ലായിടത്തും ചെടി പൊതുവേ ഇപ്പൊ ഇച്ചി മടുക്കുന്ന ദിവസമേ ഇങ്ങനെ ആൾക്കാർ നോക്കി വെക്കും. അത് അവിടെ ഉണ്ട്, ഇതിവിടെ ഉണ്ടെന്ന് ഇങ്ങനെ. പറഞ്ഞാൽ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞില്ല. കൊറിയർ ചെയ്ത് കൊടുക്കും അല്ലേ? കേരളത്തിലേ ഉള്ളൂ അതോ? കേരളത്തിൽ മാത്രമേ ഉള്ളൂ. വെളിയിലോട്ട് കൊടുക്കുന്നതല്ല ഒത്തിരി ഡാമേജ്. എന്നുവെച്ചാൽ ഒത്തിരി ദിവസം കഴിഞ്ഞ് 8-10 ദിവസം കഴിഞ്ഞ് ചെടി അടിച്ചു കഴിഞ്ഞാല് കമ്പ് പോരുന്നതാണ്. ഒക്കെ പിന്നെയാണ് നിക്കോഡിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇപ്പൊ ഈ മഴക്കാലമായിട്ട് ഇപ്പൊ പൂവില്ലാത്തത്. നല്ല ലൈറ്റ് കളർ, ലൈറ്റ് പിങ്ക് പൂ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നിക്കോഡിയ. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈനാബെല്ല് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ചൈനാബെല്ല്, ഡാൻസിങ് ഗേൾ എന്നും ഒക്കെ ഇതിന് പേരുണ്ട്. ഡാൻസിങ് ഗേള് അതെ പാവാടിട്ട് പെങ്കൊച്ചെ പോലെ ഉണ്ടത്. അപ്പം ഇതിന്റെയൊക്കെ നാടൻ വെറൈറ്റികളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ നാടന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇടുക്കിയിലെ കാലാവസ്ഥ വിട്ട് വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ പൂ ഇടാനായിട്ട് പാടാണ്. പക്ഷെ ഹൈബ്രിഡ് വരുമ്പോഴത്തേക്ക് കേരളത്തിലെ ഒരു ട്രോപ്പിക്കൽ കാലാവസ്ഥയുമായിട്ട് ഒത്ത് നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റികളെല്ലാം വരിക. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വൺ ഓഫ് ദ പ്രൈസ് പൊസഷൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണിത്. നമ്മുടെ പച്ചക്കളർ മാത്രമുള്ളത്, പച്ചക്കളറുള്ളത് കോമൺ ആണ്. ഇത് ഇച്ചിരി നല്ല സാധനം. നമ്മുടെ മോൺസ്ട്ര തായ് കോൺസ്റ്റലേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. മറ്റേതിന് സാധാ മോൺസ്ട്ര അഡൻസോണി എന്ന് പറയും. ഇത് തായ് കോൺസ്റ്റലേഷൻ ആണ്. എന്താന്ന് വെച്ചാൽ ഇത് ഈ വേരിയേഷൻ വരുന്നതുകൊണ്ടാണ് ഇതിന് ഇത്രയൊരു റേറ്റ് വരുന്നത്. ആദ്യമൊക്കെ ഭയങ്കര വിലയായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ വില കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും നല്ല വിലയുണ്ട് ഈ സാധനത്തിന്. ഇതൊന്നും ഇടുക്കിയിൽ ഇപ്പം നമ്മുടെ നഴ്സറി മാത്രമേ ഉള്ളൂ ഈ പ്ലാന്റ്. ഇടുക്കി ജില്ലയിൽ മൊത്തം നമുക്ക് മാത്രമേ ഉള്ളൂ. ഞാനിത് വേറെ കണ്ടില്ല. അതെ വെള്ളോട്ടൊക്കെ ഇറങ്ങുമ്പോൾ കുറെ ഉണ്ട്. എന്നാൽ പോലും നമ്മുടെ ജില്ലയിൽ നമുക്ക് മാത്രമേ ഉള്ളൂ. കുരുമുളക് തൈകളുണ്ട്, കൊടിത്തൈകളുണ്ട്, കരിമുണ്ട, പന്നിയൂർ 5 ഒക്കെ നമുക്ക് ഉണ്ട്. ഓർഡർ അനുസരിച്ച് കൂടുതൽ എടുത്തു കൊടുക്കും. നമ്മളെപ്പോഴും സാമ്പിൾ കുറച്ചേ ഇവിടെ വെക്കുള്ളൂ. ഓർഡർ അനുസരിച്ച് കൂടുതൽ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഫിഡിലി ഫിഗ് ഇത് നിലത്തോട്ട് വെച്ചുകൊണ്ടാണ് ഇത്രയും കട്ടിക്ക് വന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഷെഡിന്റെ പൊക്കത്തിനോളം വന്നായിരുന്നു. വെട്ടിവിട്ടാണ്. വെട്ടിവിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പുതുതായിട്ട് വന്ന കിളിപ്പുകളായി കാണുന്നതൊക്കെ. ഓക്കെ, ഫലവൃക്ഷങ്ങൾ എടുത്താലോ? ഒരുപാട് വെറൈറ്റികളുണ്ട്. നമുക്ക് മാവിന്റെ തന്നെ 7-8 വെറൈറ്റികൾ മാവിരിപ്പുണ്ട്.
പ്ലാവിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട്. പല വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ നമുക്കുണ്ട്. ഇതിപ്പോൾ കാണുന്നത് പറഞ്ഞാൽ നമ്മുടെ ആഞ്ഞിലിച്ചക്കയുടെ ബഡാണ്. കെൽഡാങ് എന്നാണ് നമ്മൾ മറ്റേ വെളിയിലൊക്കെ പേര്, നമുക്ക് ആഞ്ഞിലിച്ചക്കയാണ്. ആഞ്ഞിലിച്ചക്കയുടെ ബഡ് തൈകളാണ് ഈ കാണുന്നത്. ഇതിന് പ്രത്യേകത എന്താ? പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആഞ്ഞിലിച്ചക്ക അല്ലെങ്കിൽ അതുപോലെ പൊക്കത്തിനായ ശേഷം മാത്രമേ ഈ സാധനം കായ്ക്കുള്ളൂ. ഇതിന്റെ ബഡ് തൈകളായതുകൊണ്ട് 2 വർഷം പോലും വേണ്ട, അതിനുള്ളിൽ കായാകുകയും ചെയ്യും, നമ്മുടെ ഒരു പൊക്കത്ത് നിന്ന് കായ്ക്കുകയും ചെയ്യും. അപ്പോൾ ഒന്നും പഴുത്ത് ചീഞ്ഞ് താഴെ വീണ് കഴിയുമ്പോഴത്തേക്കാണ് മിക്കപ്പോഴും നമുക്ക് ആഞ്ഞിലിച്ചക്ക കിട്ടാറ്. അല്ലെങ്കിൽ ഇടയ്ക്ക് ഏകരങ്ങളില്ലാത്തതുകൊണ്ട് കയറി പറിക്കാനും പാടാണ്. ഇതിപ്പോൾ തേൻ വരിക്ക എന്ന് പറയുന്ന ഒരു പ്ലാവിന്റെ ഇനമാണ്. എല്ലാം നല്ല സൈസായ പ്ലാന്റുകൾ, നല്ല ലഷ് ഗ്രീൻ ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്കെല്ലാം ഇരിക്കുന്നത്. വില ചോദിക്കാൻ പിന്നെ ഒരു പറയുന്നൊന്നും ഒരു കുഴപ്പമില്ല. ഇത് ഈ വലിപ്പമൊക്കെ വരുമ്പോൾ 500 രൂപ വരുള്ളൂ. ഏകദേശം നമ്മുടെ തോളപ്പം പൊക്കമുള്ള തൈകളാണ്, 5 അടിയോളം പൊക്കമുള്ള തൈകളാണ്. ഇതൊക്കെ 500 രൂപ വരുള്ളൂ. ആൾക്കാർ ഈ കമന്റ് ചിലപ്പം ഇതിന് വില പറയും. നമുക്ക് വില പറയുന്നതിന് യാതൊരു വിഷമവും ഇല്ല. നമുക്ക് അക്കാര്യത്തിൽ വിഷമമില്ല. പിന്നെ പ്ലാവില് വേറൊരു വെറൈറ്റിയാണ് J33 എന്ന് പറയുന്ന വെറൈറ്റി. ഇത് 3-ാം കൊല്ലമാണ് കായ്ക്കാൻ തുടങ്ങുക. അപ്പം എല്ലാവരും 1.5 കൊല്ലത്തിൽ കായ്ക്കുന്ന പ്ലാവുകൾ വെച്ച് അങ്ങനത്തെ ഒരു ട്രെൻഡിൽ നിൽക്കുന്ന സമയത്ത് ഈ 3-ാം കൊല്ലം വിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ കാര്യം എന്ന് വെച്ചാൽ ഇത് വിൽക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഉണ്ടാകുന്ന ചക്ക 3-ാം കൊല്ലം ഉണ്ടാവുള്ളൂ. പക്ഷെ ഉണ്ടാകുമ്പോൾ തന്നെ നല്ല ഗ്രാൻഡ് ചക്കയായിരിക്കും. ചകിണിയൊക്കെ കുറവാണ്, നല്ല ചുളയാണ് ഇതിന്റെ. അല്ല ചുവപ്പല്ല, ചുവപ്പ് വേറെ ഇരിപ്പുണ്ട്. ചുവപ്പ് നമ്മുടെയൊക്കെ ഇതുണ്ടോ ഡങ്സൂരി എന്ന് പറയുന്ന വെറൈറ്റി. ഇതേ ഡങ്സൂരി ചക്കയാണിത്. നല്ല ചൊകാന്നിരിക്കുന്ന ചുമല കളർ കിട്ടും ഡങ്സൂരിക്ക്. ഇതൊക്കെ ഒരു 2 വർഷം കൊണ്ട് കായാകുകയും ചെയ്യും. പിന്നെ ജാതിയൊക്കെ ഇരിപ്പുണ്ട്. ഈ ഷെഡിനകത്ത് ജാതി ഉണ്ട്, അത് എടുക്കാം. ഇത് കലാത്തിയ ലൂട്ടിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും ഒരു ഇലയുടെ വലുപ്പം എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ആളിന്റെ പകുതി വലുപ്പം ഇല വരും. ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞു ബോക്സ് പോലൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ഫില്ലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ്. ഒരു 4-5 പ്ലാന്റ് ഒക്കെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒരു 8-10 അടിയോളം സ്ഥലങ്ങൾ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റും. കാരണം സൈഡിൽ നിന്ന് കിളുത്ത് നിറഞ്ഞു വരും. ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഹോൾസെയിൽ റേറ്റ് വേണമെങ്കിൽ പോലും ചെയ്യാവുന്ന അത്രയും ക്വാണ്ടിറ്റി നമുക്കുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് നല്ല ജാതിയുടെ തൈകൾ ഇരിപ്പുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കൻ വെറൈറ്റികളാണ്. അപ്പൊ എന്നാന്ന് വെച്ചാല് 20 ഗ്രാമോളം പത്രിക തൂക്കമുള്ള ഇനങ്ങളാണ് ഇതൊക്കെ. എത്ര വർഷം? ഇതൊരു 2-2.5 വർഷത്തിനുള്ളിൽ കായായി കിട്ടും. ഇതിപ്പോ ഓൾറെഡി 2 തട്ടായ പ്ലാന്റുകളാണ്. ചെടികൾക്കെല്ലാം ജാതിക്കെല്ലാം നമ്മൾ തട്ടിനനുസരിച്ചാണ് വില വരുന്നത്. എത്ര തട്ടായതിന് ഇങ്ങനെ വരാന്നുള്ള രീതിയിലാണ് സ്റ്റെപ്പ് അടിച്ചിരുന്നത്. അപ്പോൾ ഇതിപ്പം മിക്കതും 2 സ്റ്റെപ്പായ പ്ലാന്റുകളാണ്. ഇതൊക്കെ 550 രൂപയാണ് ഇതിന്റെ വില വരുന്നത്. നല്ല ഇനമാണ്. സാധാരണ വണ്ടിയാതിക്കൊക്കെ 200-250 രൂപയ്ക്കുള്ള വിലയില്ല. നല്ല ഇനമായതിന്റെ പേരിലാണ് ഇത് ഇത്രയും വില വരുന്നത്. പക്ഷേ ആരെങ്കിലും കൂടുതൽ തൈകൾ അവർക്ക് കൃഷി ചെയ്യുന്നുണ്ട്, സ്ഥലമുണ്ട്, ഒരു സ്ഥലം കൃഷി. അപ്പൊ നിങ്ങൾ സ്പോട്ടിലെത്തിക്കണേ എത്തിക്കാം. ഇപ്പം എന്തായാലും ദൂരമാണെന്നതനുസരിച്ച് എത്ര തൈ എടുക്കുന്നതനുസരിച്ചും നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വന്നെടുക്കുകയാണെങ്കിൽ നമുക്ക് റേറ്റിലൊക്കെയാണ് ശകലം കൺസെഷൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റേറ്റൊന്നും നമ്മൾ അങ്ങനെ ഫിക്സഡ് ആയിട്ടൊരു റേറ്റ് ഇന്ന വിലക്ക് കൊടുക്കൂന്നൊന്നും നമ്മൾ പറയാറില്ല. പക്ഷേ റീസണബിൾ ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി എടുക്കണം. നമുക്കാണെങ്കിലും അതിൻ്റെ അകത്തൊരു ഒരു മാർജിൻ വേണമല്ലോ. അപ്പോൾ റീസണബിൾ ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയും ഒരു സ്ഥലവും ഒക്കെ ആണെങ്കിൽ നമുക്ക് എത്തിച്ചു തരാൻ പോലും വണ്ടിക്കൂലി ഇല്ലാതെ പോലും വേണേൽ എത്തിച്ചു തരാം. ഇവിടെ എടുക്കുന്നവർക്ക് കൃഷി രീതികളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കാം. അപ്പം അക്കാര്യത്തിൽ മിക്കവരും നമ്മളിവിടെ വരുന്നതിന് ഇടുക്കിക്കാർ തന്നെ ഒത്തിരി പേര് വരുന്നുണ്ട്. അവർക്ക് ഇതിനെപ്പറ്റി നമുക്കറിയാനൊക്കെ കൂടുതലായിട്ട് അവർക്കറിയാം. അപ്പം അല്ലാതെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും കൺസൾട്ടിങ് വേണ്ടവർക്ക് നമ്മുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മുടെ അടുത്ത് മേടിച്ചതല്ലെങ്കിൽ പോലും അതിൻ്റെ എന്നാ ചെയ്യേണ്ടതെന്നുള്ള സംശയങ്ങൾക്ക് നമ്മൾ മറുപടി പറയാറുണ്ട്. ഇത് ചതുരപ്പുള്ളി അത് തന്നെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനം. അത് നല്ലപോലെ കായ്ക്കുന്നൊരു പ്ലാന്റ് ആയിരുന്നു. ചെറിയ തയ്യെ പോലും കായുണ്ടാവും. നല്ല മരമാവുകയും ചെയ്യും, നിറച്ച് കായ്ക്കുകയും ചെയ്യും. ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുളിയല്ല, ചെറിയൊരു മധുരവും ഇതുണ്ട്. ഇല്ലില്ല, അങ്ങനെ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഈ വേനൽക്കാലമാണെങ്കിൽ നല്ല മധുരമാണ് ഈ സാധനത്തിന്. ഇതിപ്പോ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എർലിയാണ്.
1.5 കൊല്ലത്തിൽ കായ്ക്കുന്നത്. നല്ല തൈകൾ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഹോൾസെയിൽ റേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ റെഡി ആയിട്ട് പ്ലാൻസ് ഇരിപ്പുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ മോൺസ്റ്റർ അത് അവിടെ ഇരിപ്പുണ്ട്. അതാണ് മറ്റേ എല്ലായിടത്തും കാണും. അത് സാധാ മോൺസ്റ്റർ ആണ്. അതിപ്പോ അതില് വലിയ സംഭവം ഇല്ല. അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനോട്ട് പഴയ റോഡ് അടച്ചു. മരത്തില് ഇത് പണ്ടിറങ്ങിയതാണ്. നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്ദനം എന്ന് പറയുന്ന സിനിമയില് നമ്മുടെ മോഹൻലാല് ഓഫീസിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ ചെടി ശ്രദ്ധിക്കുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച സൈഡില് ഒരു വലിയ മതിൽ നിറച്ച് ഈ പ്ലാന്റ് കയറി കിടക്കുന്ന കറക്റ്റാണ് വന്ദനം സിനിമയിൽ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അന്ന് തൊട്ടേ സാധനം ഇവിടെ ഉണ്ട്. ഇപ്പോഴും ഇത് ന്യൂ വെറൈറ്റി എന്ന് പറഞ്ഞ് വിൽക്കുന്നവരുണ്ട്. പക്ഷെ അത്ര ന്യൂ വെറൈറ്റി അല്ല ഇത്. ചെറുതുണ്ട് അല്ലേ? അതിന്റെ ചെറുതുണ്ട്. ആദ്യമൊക്കെ ഉണ്ടാകുന്ന പ്ലാന്റുകൾക്ക് ഈ പറഞ്ഞ കീറലൊന്നും ഉണ്ടാകുകയില്ല. അതിന് പതിയാണ് കീറലാകുകയും ഹോൾ വീഴുകയൊക്കെ. ഈ ഹോളിനൊക്കെ ഫെനസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. ഫെനസ്ട്രേഷൻ ആയ പ്ലാന്റിന് കുറച്ചുകൂടെ റേറ്റ് ഉണ്ട്. പക്ഷേ ചെറിയ പ്ലാന്റുകൾക്ക് ഇതിന് മാത്രം റേറ്റ് ഒന്നുമില്ല. 150 രൂപ 180 രൂപ റേഞ്ചിനൊക്കെ ഇതിന് ചെറിയ പ്ലാന്റുകൾ കിട്ടും. നമ്മുടെ യൂജീനിയ എന്ന് പറയുന്നത് കിളിപ്പരയ്ക്ക് ചുമലാറം വരുന്ന യൂജീനിയാണിത്. ഇതൊക്കെ നമുക്ക് പ്രൊഡക്ഷനുള്ള സാധനങ്ങളാണ്. ഇതിന്റെ ചെറിയ പ്ലാന്റുകൾ 20 രൂപ തൊട്ടുള്ളതുണ്ട്. അതൊക്കെ ട്രോത്തിക് ഡ്രസീന എന്ന് പറയുന്ന വെറൈറ്റിയാണ്. എല്ലാം ഇൻഡോർ ആയിട്ട് വെക്കാമെന്നോ നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യാവുന്ന പ്ലാന്റുകളാണ്. ഇപ്പം അത്യാവശ്യം വെന്റിലേഷനും വെട്ടമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം മിക്ക പ്ലാന്റുകളും തന്നെ നമുക്ക് സെമി ഇൻഡോർസ് ആയിട്ടോ ഒക്കെ സർവൈവ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു പ്ലാന്റും തീർത്തും ഇൻഡോർ എന്ന് പറഞ്ഞാൽ നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ എന്നെ ആണെങ്കിലും വെട്ടം വേണം ഈ സംഭവത്തിന് സർവൈവ് ചെയ്യാനായിട്ട്. സൺലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് വീക്ക്ലി വൺസ് വെക്കുക ഏറ്റവും റെക്കമെൻഡഡ്. ഇതൊക്കെ ജാവ ജാമുൻ എന്ന് പറയുന്ന ഒരു ജാമുൻ വെറൈറ്റിയാണ്, ഫ്രൂട്ട്സ് വെറൈറ്റിയാണ്. ഇതിന് ടാഗ് ഉണ്ട്. ഇതെന്താ ജാവ ജാമുൻ. ഇത് നല്ല മുഴുത്ത ഞാവൽക്ക പോലത്തെ ഉണ്ടാകുന്ന സാധനമാണ്. ഇതൊക്കെ ഉടനെ കായ്ക്കുന്നുള്ള പരുവത്തിലുള്ള പ്ലാന്റുകൾ. ഇതൊക്കെ മാവുകൾ ഇഷ്ടംപോലെ പല വലുപ്പത്തിലുണ്ട് മാവുകൾ. നമുക്ക് മാവിനാണ് ഒരുപാട് വെറൈറ്റികളും ഉണ്ട്. ഇതാ ചാന തുടങ്ങിയത്. പേര് കറക്റ്റ് അറിയില്ല. അതിന്റെ ഒരു ഫേൺ വെറൈറ്റി ആണ്. എല്ലാത്തിനൊന്നും പേര് നമുക്ക് കറക്റ്റ് അറിയില്ല. ഇതെല്ലാം സൈഡിൽ നിന്ന് കിളുത്ത് നല്ലപോലെ ഫുള്ളായിട്ട് വരുന്നൊരു പ്ലാന്റ് ആയത്. ഇതൊക്കെ നമ്മൾ ഇൻഡോർസിലൊക്കെ നല്ലപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിച്ചൊരു പ്ലാന്റ് ആയത്. ഇതിന്റെ ഈ ഒരു ലീഫിന്റെ ഒരു ടെക്സ്ചർ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതിപ്പോ അതിനകം സെറ്റായിട്ടല്ല വെച്ചേക്കുന്നത്. അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കേണ്ടതാണ്. അതിന്റെ കുറച്ചുകൂടെ വലിയ പ്ലാന്റുകളെന്നേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് കുറച്ച് ഡ്രമ്മിനകത്ത് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ പ്ലാന്റുകൾ അങ്ങനെ സെറ്റായിട്ട് തന്നെ വേണമെന്നുള്ളവർക്കും അതാണ് ഇരിപ്പുണ്ട്. നമ്മുടെ മധുരമുള്ള അമ്പഴം ഇത്. എല്ലാം നല്ലപോലെ കായ്ച്ച പ്ലാന്റുകളാണ്. നിറച്ച് ഇനിയിപ്പോ കായ്ച്ചോളൂ. ഇനിയിപ്പം ഇതിപ്പം നമ്മൾ ഏകദേശം ഇതിന്റെ ഒരു പകുതി വലിപ്പമുള്ള പ്ലാന്റ് കൊണ്ടുവന്നിട്ട് വെച്ചാണ്. ഇപ്പൊ ഒരു 3-4 മാസം കൊണ്ടാണ് ഇത്രയും വളർന്നത്. പിന്നെ ഇത് നമ്മുടെ ഒരു ജാബോട്ടിക്കാബയുടെ ഒരു ഗ്രാഫ്റ്റ് തൈയാണ്. മരമുന്തിരി എന്ന് പറഞ്ഞ സാധനം. ഇത് മരമുന്തിരി. അത് തണ്ടേക്കോടെ തൂങ്ങിയുണ്ടാകുന്നതിനേക്കാളും അങ്ങനെ ഉണ്ടായില്ല. ഇത് മുഴുവൻ തണ്ടേക്കോടെ പിടിച്ചുണ്ടാവുന്നത്. നല്ല മധുരമുള്ള സാധനമാണ്. ഇനിയിപ്പം കുറച്ചേറെ വർഷങ്ങളിലേക്ക് ആൾക്കാർ റംബുട്ടാൻ പോലെ മേടിച്ച് വെക്കാവുന്ന പ്ലാന്റ് ആയി ജാബോട്ടിക്കാവ. ഇതിന്റെ റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ചെയ്ത് റെഡ് ഹൈബ്രിഡ്. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ താഴെ കാണാം. ഇതാണ് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ഇതുപോലത്തെ ഗ്രാഫ്റ്റ് ചെയ്ത് കാണാൻ ഇനിയിപ്പോ ഓട്ടം ഉള്ളത്. എന്നാന്ന് വെച്ചാല് പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും. അങ്ങനെ പിന്നെ നല്ല റംബുട്ടാൻ N18 ഒക്കെ വെച്ചിട്ടുണ്ട്. അബിയു വെച്ചിട്ടുണ്ട്. മാവിന്റെ വെറൈറ്റികൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെച്ച ഒരു കിങ് കോങ് എന്ന് പറയുന്ന ഒരു ചാമ്പ. ഇത് കിങ് കോങ് ചാമ്പ. നല്ല ചുമല ചാമ്പയാണ്. ഇത് ടാഗ് ഉണ്ട്. കിങ് കോങ് ചാമ്പ. പിന്നെ നമ്മുടെ ഒരു ഹിറ്റ് സാധനമാണ് നമ്മുടെ റെഡ് ഡയമണ്ട് പേര. ഓൾറെഡി അത് ഇതുണ്ടോ, അതും കായ്ക്കുന്ന പരുവത്തിലോട്ടായി. ഇതുണ്ടോ,
ആയിരുന്നത് ഇവിടെയാണല്ലോ അത് കായ്ക്കുന്ന പരുവത്തിലോട്ട് വന്നിട്ട്. മാവാണേലും പൂത്തു തുടങ്ങി. ഇത് കാലാപ്പാടി എന്ന് പറഞ്ഞ ഇനമാണ്. ഡ്രമ്മിനകത്തൊക്കെ വെച്ച് കായ്പ്പിക്കുന്നതിൽ ഏറ്റവും ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കാലാപ്പാടി. കേട് കുറവുണ്ടേ, ധൈര്യമായിട്ട് കൊണ്ടേ വെക്കാം. ഹൈബ്രിഡ് അല്ലേ? എല്ലാം ഹൈബ്രിഡ് ബഡ് ഐറ്റംസേ വെക്കുന്നത്. എന്നാ വെച്ചാൽ എന്നാലേ നല്ലപോലെ കായ്ച്ച് സെറ്റപ്പായിട്ട് വരുവുള്ളേ. കുരുത്തൈകളൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് എന്നാ പ്രശ്നം വെച്ചാൽ ആണും പെണ്ണും വരും അതിൻ്റെ അത്. അപ്പം നമ്മൾ വെച്ച തൈകൾ 2 പെയറായിട്ട് വെച്ചില്ലെങ്കിൽ ഇതൊന്നും കായ്ക്കാതെ വരും. അത് നമ്മുടെ ചാമ്പ, വെള്ളച്ചാമ്പ. പിന്നെ ഇത് മറ്റേ കാണിച്ച മറ്റേ ഇതിന് നാഗ്പൂർ ഓറഞ്ച്. ഇത് മറ്റേ അമ്പലത്തിന്റെ തന്നെ ഒരു മീഡിയം സൈസ് പ്ലാന്റുകളാണ്. അബ്യൂവിന്റെ വലിയ സൈസായ പ്ലാന്റുകളാണ് ഇതൊക്കെ. ഈ വലുപ്പത്തിലൊക്കെ പ്ലാന്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷം പോലും വേണ്ട ഇതൊന്ന് കായ്ക്കാനായിട്ട്. അത്രയും സൈസായത് ഇതുണ്ട്. അത്രയും സൈസായ പ്ലാന്റുകളാണ് ഇതൊക്കെ. ഇതുപോലെ തന്നെ വലുപ്പമുള്ള 2 വർഷത്തോളം പ്രായമുള്ള റംബുട്ടാൻ്റെ തൈകളും നമുക്കുണ്ട്. 2 വർഷത്തിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ ഒരു വർഷം കൊണ്ട് തന്നെ കായായിട്ട് കിട്ടും. പിന്നെ ഇത് വലിയ തെങ്ങാണ് ഇതൊക്കെ. ഇത് 2 വർഷം വേണ്ട, അതിനുള്ളിൽ കായ്ക്കും സൈസ് സണ്ണങ്കി തെങ്ങുകളാണ് ഇത്. ആന്ധ്ര സർക്കാരിൻ്റെ ഇത് സണ്ണങ്കി എന്ന് പറഞ്ഞ തെങ്ങാ ഇത്. ഓൾറെഡി ചോടൊക്കെ തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 1.5-2 വർഷം കൊണ്ട് ചൊട്ടയിട്ടു. വളം സത്യം പറഞ്ഞാൽ വളക്കടക്കാര് ഒരുപാട് നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. തെങ്ങിനുള്ള വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് കയ്യിലോട്ട് കിട്ടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ കാണുന്നതിനായി ബെൽ ബട്ടൺ അമർത്തി അപ്പോൾ കാണുന്ന ഓപ്ഷനുകളിൽ മുകളിൽ വരുന്ന ഓൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു വയ്ക്കുക. അതുപോലെ ഈ ചാനലിൽ നിന്നുമുള്ള പോഡ്കാസ്റ്റുകൾ ഇപ്പോൾ യൂട്യൂബ് പോഡ്കാസ്റ്റിലും മറ്റ് പോഡ്കാസ്റ്റുകളിലും കേൾക്കാൻ കഴിയുന്നതാണ്. അതിനായി ലീഫ്ടെക് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്താൽ മതിയാകും. വിശദമായി വായിച്ചറിയാൻ ലീഫ്ടെക് ഇന്ത്യ ബ്ലോഗ് സ്പോട്ട് സന്ദർശിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ലീഫ്ടെക് മെഡിലൈഫ് സൈനിങ് ഓഫ്.